ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം പറഞ്ഞിട്ട് ഇന്ന് ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ട്രാവലിംഗ് വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ, കാരണം ഇവിടെ അടുത്ത് തന്നെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള 1-2 സ്ഥലങ്ങൾ ഒന്ന് പോയി കണ്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങളെ കൂടി. അതെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം, സമയം കളയണ്ട. നമ്മളിപ്പോൾ നിൽക്കുന്നതുണ്ടല്ലോ എടവെട്ടിയിലാണ്. തൊടുപുഴയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഇങ്ങ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എടവെട്ടി അമ്പലമാണ് ബാക്കിൽ കാണുന്നത്. നമ്മൾ ശരിക്കും ഈ അമ്പലത്തിലേക്കായിട്ട് ഉദ്ദേശിച്ച് വന്നതല്ല. എടവെട്ടി ഇവിടെ ഒരു വനമുണ്ട്, അവിടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അമ്പലം കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ്. അതായത് 5000 വർഷം പഴക്കമുള്ളതാണ്. എല്ലാ വർഷവും കർക്കിടകത്തിൽ ഇവിടെ ഔഷധ സേവ നടത്താറുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് വിശ്വാസികൾ വന്ന് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തിയാണ് ഇവിടുത്തേത് കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലം കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്കത് ഇവിടെ തൊട്ട് താഴെയായിട്ടൊരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇടവെട്ടി വനം ലക്ഷ്യമിട്ട് പോവാം. അപ്പം നമ്മളങ്ങനെ ഇടവെട്ടി നഗരവനം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ തൊടുപുഴ ടൗണിൽ നിന്നും വെള്ളിയാമറ്റമൊക്കെ പോകുന്ന റൂട്ടാണ്. അതിലെ ഒരു ജസ്റ്റ് 3 കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും ആലക്കോട് സർവീസ് സഹകരണ ബാങ്കൊക്കെ ഇടവെട്ടി ആ ജംഗ്ഷനിൽ തന്നെ. അവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ഒരു 300 മീറ്ററൊക്കെ ഒന്ന് മുമ്പോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലേക്ക്, അതായത് കനാൽ സൈഡാണ്. അപ്പോൾ അതിലെ ഒരു പാലം, ആ ഒരു പാലം കടന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും വലത്തോട്ട് ഒരു ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂട്ടർ കൊണ്ടൊക്കെ ഇതിനകത്തേക്ക് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ പക്ഷേ പണിയൊന്നും പൂർത്തിയായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പം നമ്മൾ സ്കൂട്ടറിനാണ് ഈ ഒരു വഴിയെ പോകുന്നത്. കുറച്ച് ദൂരം അങ്ങനെ പോയി നോക്കാം എന്തായാലും. അങ്ങനെ സ്കൂട്ടറൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാമെന്ന് തോന്നി. കുറച്ച് ദൂരം ഒന്ന് നടന്ന് പോയി നോക്കാം. ഞങ്ങൾ വന്ന സമയം ഉച്ച സമയമായിരുന്നു കേട്ടോ. വൈകിട്ടൊക്കെ ആണെങ്കിൽ ഇതിൽ നടക്കാനായിട്ട് നല്ല രസമാണ്. കിളികളുടെയൊക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ അവിടെ. വനം പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഇതുപോലെ ഉള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടും. അവരുടെ ഒരു ഹെഡ് ഓഫീസിൻ്റെ കെട്ടിട നിർമ്മാണം, അതിൻ്റെ ഒരു പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. വനത്തിൽ നമുക്ക് നടപ്പാത കട്ട വിരിച്ചിരിക്കുന്നത് ദേ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മണ്ണിട്ട വഴികളാണ്. അപ്പോൾ അതിൻ്റെ പണി അവർ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ശരിക്കും സന്ദർശകർക്ക് ടിക്കറ്റ് പാസ്സൊക്കെ വെച്ചിട്ട് അവിടെ ഓപ്പൺ ആക്കി കൊടുക്കുകയുള്ളൂ എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം ദേ നട്ടുച്ചയായി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ വൈകുന്നേരത്തെയൊക്കെ സമയമാണെങ്കിൽ കുറച്ചധികം നേരമൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാൻ വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ടിക്കറ്റ് കൗണ്ടറൊന്നും അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധികം സന്ദർശകരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ടിക്കറ്റ് പാസ് എടുത്ത് കാണാത്തക്കവണ്ണമുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വനം പ്രകൃതി അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ നഗരത്തിരക്കിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് മാറി അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിലവഴിക്കാൻ പറ്റിയൊരിടം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നും അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇതിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. അവിടെ എത്തിയിട്ട് അതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് പോവാം.
അപ്പോൾ ഇടവെട്ടി വനമൊക്കെ കണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുന്നത് മൂലമറ്റത്തുനിന്ന്, അതായത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം വരുന്ന വഴിക്ക് ഒരു 20 കിലോമീറ്ററൊക്കെ വന്നു കഴിയുമ്പോൾ അശോക ജംഗ്ഷൻ, അശോക കവല അല്ലേ, ഇടുക്കി റോഡിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിയും. നമ്മൾ നേരെ മൂലമറ്റം റൂട്ടിലേക്ക് വരണം. വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേരുണ്ടായില്ലോ, ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെൻറ്റർ. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ റൈറ്റിലേക്ക് വഴി, ചെറിയൊരു വഴിയാണ്. അതിലേ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു തൂക്കുപാലമാണ് കേട്ടോ എത്തുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം. ഇവിടെ നിന്നും ഉണ്ടല്ലോ ശരിക്കും ദേ അക്കരെ വരെ നമുക്ക് നടന്നു പോവാന്ന് തോന്നും കേട്ടോ. ണ്ടല്ലോ ഈ ഓടിപ്പാഞ്ഞ് മുകളിലേക്ക് വന്നത് ഇവിടെ നിന്ന് അവിടം വരെ നടക്കാൻ പറ്റുന്ന വെച്ചാ, പക്ഷെ ഇറങ്ങാൻ വഴിയില്ല കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് ത്രിവേണി സംഗമം, മൂലമറ്റത്തെ ത്രിവേണി സംഗമം. ഇവിടെ 3 പുഴകൾ യോജിക്കുന്നതുകൊണ്ടാണ് ത്രിവേണി സംഗമം എന്ന പേര് വന്നത് കേട്ടോ. ഈ ഒരു പുഴ എന്ന് പറയുന്നത് എലപ്പള്ളി വാട്ടർഫോൾസ്. എലപ്പള്ളിയുള്ള നമ്മുടെ വാഗമൺ പോകുന്ന വഴിയിൽ, ആ വാഗമൺ പോകുന്ന വഴിക്കുള്ള ഒരു എലപ്പള്ളി വാട്ടർഫോൾസിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു പുഴ. പിന്നെ നടുക്കുന്ന് വരുന്നത് മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അവിടെ നടുക്കുന്ന് വരുന്നത്. പിന്നെ അങ്ങേ സൈഡിൽ ഇതുപോലെ തന്നെ ഒരു പുഴ വരുന്നത് നെച്ചാർന്ന് പറയും. അപ്പോൾ നെച്ചാറും അതുപോലെ തന്നെ എലപ്പള്ളി പിന്നെ ഈ മൂലമറ്റം പവർ ഹൗസിൽ വരും. ഇത് 3 കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ. അടിപൊളിയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല മിനിറ്റുണ്ട്, നല്ല തണുപ്പുണ്ട് വേണം. തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ഈ ഒരു സൗണ്ട് കാരണം പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ലായിരിക്കും കേട്ടോ. അതിനിടയിൽ വേറൊരു അബദ്ധം പറ്റി. വരുന്ന വഴിക്ക് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, മൈക്കെല്ലാം കുത്തി ഓണാക്കി വെച്ചിട്ട് പറഞ്ഞു പോയതായിരുന്നു. പക്ഷെ ഇവിടെ എത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും നോക്കി നന്നായി, റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈൻറ്റ്. വെറുതെ ആയിപ്പോയി. അപ്പം ഞാൻ ആ ഒരു ഭാഗത്ത് ഇനി വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ മീനുകളുണ്ട്. ഫ്രീ ആയിട്ട് നമ്മുടെ കാല് സ്പാ ചെയ്ത് തരും. അയ്യേ, സ്പായല്ല, കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ആ തൂക്കുപാല ഇറങ്ങിയിട്ട് ഈ ഒരു പോയിന്റിലേക്ക് വരണ വഴിക്കുണ്ടല്ലോ, ഈ ഒരു വീതിയേ ഉള്ളൂ കേട്ടോ നമുക്ക് നടന്നു പോകാനായിട്ട്. കൈവരിയൊന്നുമില്ല. കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ താഴെ എന്താ പറയുക, ആഴമൊട്ടുമില്ല അല്ലേ. അത് വെള്ളം കുറവല്ലേ? വെള്ളം കുറവാണ്, ഒഴുക്കുണ്ട്. അടിപൊളിയാണ്. നാടുകാണി വ്യൂ പോയിന്റ്. ഓ, അതോ? അത് ഫുള്ള് ഇടുക്കിയാണ് നാടുകാണി വ്യൂ പോയിന്റ്. ഓ, അത്രയും ഹൈറ്റിൽ അവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. ഒരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇവിടേക്കൊന്ന് വന്ന് പോയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.